ഹലോ. നമ്മളെല്ലാ മാസവും നമ്മുടെ ഓർഡേഴ്സ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കയ്യിൽ എത്ര പൈസയുണ്ട് എന്നൊക്കെ. കഴിഞ്ഞ മാസം 2026. എൻ്റെ പൊന്നേ, എനിക്കെന്തായാലും വലിയ വർഷമായിരുന്നില്ല. കാരണം എനിക്ക് ആകെ കൂടി കിട്ടിയത് ഒരു ഓർഡറായിരുന്നു. അത് ഇത്ര വല്ലാണ്ട് ടോട്ടൽ ചെയ്ത് എഴുതാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി ആയിട്ട് ഇതുവരെ ഒരു ഓർഡർ കിട്ടിയില്ല എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോഴാണ് ഇത് എഴുതുമ്പോഴും ഈ വീഡിയോ എടുക്കുമ്പോഴും എനിക്കറിയണ്ടായിരുന്നില്ല എനിക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുമെന്ന്. പക്ഷേ അതിൻ്റെ സന്തോഷം അധികം നേരം നീണ്ടുന്നില്ല. 2 ദിവസം തരും, അതിനുള്ളിൽ കപ്പിൾസ് ബിയറും 2-3 ബിയേഴ്സും ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഖത്തറിലേക്കുള്ളതാണെന്നും പറഞ്ഞു. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ആകെ കൂടി ഒരു പെയറുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേ ലവിൻ്റെ കീ ചെയിനുകളും ചെയ്തു കൊടുത്തു. ക്രോഷറ്റിൻ്റെ അല്ലേ, 2 ദിവസം കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഉറക്കം വന്നു. ഇത് അടച്ചു വെച്ച് വീഡിയോ എടുത്ത് ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴായിരുന്നു ആ ഓർഡർ എനിക്ക് വന്നത്. പിന്നെ ഉറങ്ങാനൊന്നും നിന്നില്ല. 3 ദിവസത്തെ കഠിനമായ പ്രയത്നമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. ഉള്ളത് വെച്ച് ഓണം പോലെയെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഉള്ളത് ചെയ്ത് തന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാനത് ഇന്ന് തെടിയിട്ടടി ചെയ്യിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ടത് ഒരു 3 ദിവസം മുന്നെയാണ് കേട്ടോ. സോറി, ത്രോട്ട് ഇഷ്യൂ ഉള്ള കാരണം സൗണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ യുദ്ധ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പണിപ്പുരയിലേക്ക് കിടന്നു. കുറേ ദിവസം മടി പിടിച്ചിരിക്കാനെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് മടിയായി തുടങ്ങി. ഇതൊക്കെ എൻ്റെ പിള്ളേരുടെ ഓരോ കലവിരുതുകളാണ് എന്താലേ. അങ്ങനെ ഓർഡർ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പകുതി ചെയ്തത് ഇത്രത്തോളം ആക്കി വെച്ച്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുക്കാൻ മറന്നു. വേഗം തീർക്കാമെന്നുള്ളൊരു പണിയായിരുന്നു. ഞാൻ വിചാരിച്ച് വേഗം തീരുമെന്ന്, പക്ഷെ നടന്നില്ല. അങ്ങനെ ഞാൻ ബുക്കിൽ നോട്ട്സൊക്കെ എഴുതി വെച്ച് ഒരുവിധം ഞാൻ ഒരു പെയർ, അതായത് ആദ്യം ഞാൻ പെൺകുട്ടീനെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെയാണ് ഇതിൻ്റെ മേച്ചിങ്ങായ ആൺചക്കനെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിത് 2 പാർട്ടായിട്ട്, പാർട്ട് 2, പാർട്ട് 1. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1. ആദ്യം തന്നെ ഒരു പെൺകുച്ചിനെ ഉണ്ടാക്കാം. എന്താണ്, ആദ്യം തന്നെ പെൺകുട്ടീനെ എടുക്കാനായിരുന്നു എനിക്കിഷ്ടം. കാരണം അതിന് പാവാടിയും കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കാണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആൺകുട്ടീനെ ആയിരുന്നു കുറച്ചും കൂടി ഈസി. അതങ്ങനെയാണല്ലോ, ഒരെണ്ണം ഉണ്ടാക്കി ആ പെയർ പാറ്റേൺ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ റെഡിൻ്റെ ത്രോട്ട് ഇഷ്യൂള്ള കാരണം എനിക്ക് സൗണ്ട് അധികം എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ പാവാടയ്ക്കുള്ള കുത്തുപണികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെയ്യാതിരിക്കുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ്. അതായത് ഒരു 2.5 ദിവസം കൊണ്ട് 6 ടെഡി ബിയേഴ്സ് ഉണ്ടാക്കായിരുന്നു. അതും ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ളത്. പക്ഷേ അവർ എനിക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് എത്രത്തോളം കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 3 ദിവസം ഞാൻ തലകുത്തി ഇരുന്നിട്ടും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സങ്കടം കൂടി എനിക്കുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല കസ്റ്റമറായിരുന്നു. ചെയ്യാൻ പറ്റുക കാരണം നമുക്കിങ്ങനെ ക്രോഷറ്റിൻ്റെ ഐറ്റംസ് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് വേഗം ഡെലിവറി ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ ഐറ്റംസ് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ടൈമും നമ്മുടെ കയ്യിലുള്ള ക്രോഷറ്റിൻ്റെ ബോൾസും നമ്മുടെ കയ്യിൽ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കണം. നമ്മൾ പിന്നെ കളേഴ്സ് അവർക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കളറിലുള്ള കോമ്പിനേഷൻ വെച്ചിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പാവയ്ക്ക് പാവാടയൊക്കെ തുന്നി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇടയ്ക്ക് ഫോൺ ഓഫ് ചെയ്ത് പോകും. പിന്നെയാണ് എനിക്ക് ഓർമ്മയുണ്ടാവുക അയ്യോ വീഡിയോ എടുത്തില്ലെന്ന്. അങ്ങനെ ഞാൻ പകുതി വീഡിയോ എടുക്കും, പകുതി വീഡിയോ എടുക്കില്ല. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ വീഡിയോ ഒന്നുമില്ല, ഫോണൊന്നുമില്ല, എവിടേക്കോ ആയിപ്പോയി. 3 ദിവസം എനിക്ക് ഓർക്കാൻ പോലും ആയി. എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് എഡിറ്റ് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ തകൃതിയായ എൻ്റെ പണികൾക്കിടയിൽ ഞാൻ അവസാനം അതിൻ്റെ തല വെച്ച് കൊടുത്തു, കൈ വെച്ച് കൊടുത്തു. പിന്നെ അതിൽ അഡീഷണലായിട്ട് ചെവിയുണ്ടായിരുന്നു, മൂക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കുട്ടി പാവാട. ഇടയ്ക്കൊന്നിങ്ങനെ തെറ്റി, പക്ഷെ നമ്മളത് ആങ്കൊച്ചിൻ്റെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പാവാടയൊക്കെ തുന്നി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ തല വെച്ച് കൊടുത്തു. ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ടൈം ടു ആഡ്. ആ താരയുടെ ബാക്കിൽ കാണുന്ന കറുപ്പ് സാധനം ഞാൻ അവസ്ഥയായി ഇപ്പോൾ മാറ്റി എടുത്ത് കളിക്കണ്ടായിരുന്നു. അതെന്തോ എനിക്കൊരു വൃത്തിക്കേട് പോലെ തോന്നി. അപ്പോൾ ടാറ്റാ, പാർട്ട് 2 നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.